ഈ തുമ്പിയുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നു. ഹലോ ഗൈസ്, തുമ്പിയുടെ മോഡേൺ ഡ്രസ്സിനെ കുറിച്ചിട്ട് നെഗറ്റീവ് കമന്റ് വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ മാത്രമല്ല ഗൈസ് മോഡേൺ ഡ്രസ് ഇടുന്നുള്ളത്. ഏതൊരു വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാലും എത്ര നല്ല കാര്യം ചെയ്താലും കമന്റിൽ പച്ചത്തെറി വിളിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. എന്നാൽ അവരെ പോലുള്ള മഹാന്മാർ ഒരു ഒന്നാന്തരം കോഴികളുമായിരിക്കും. നല്ല അടിപൊളി ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നല്ല നല്ല കമൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെൺകുട്ടികളുടെ വീഡിയോസിനെ നോക്കി മാത്രം, അല്ലെങ്കിൽ ഫോട്ടോസിന് മാത്രം. ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്താലും അവർക്ക് പച്ചത്തെറി മാത്രമേ വിളിക്കാൻ അറിയുള്ളൂ. എത്രയോ പേരുന്നുണ്ട് ഫിലിമിലായാലും ഇവിടെ പറയണേ ഇവിടെ മാത്രമല്ലല്ലോ ഇടണേന്നാണ് ഇവിടെ പറയണേ. പക്ഷേ ഇവളോട് ഇപ്പോ മൈ ലൈഫ് മൈ റോൾ ചെയ്യാനാ ഞങ്ങൾ പറഞ്ഞാലും അവരവരുടെ ഇഷ്ടത്തിനല്ല അവരവർ മോഡേൺ ഡ്രസ് ഇടുന്നത്. സ്നേഹിക്കണ കുറെ പേരുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഹാർഡ് കമന്റ് ഇടുന്നവർക്ക് താങ്ക് യു. എന്നെ ഇഷ്ടമുള്ളവർ ഹാർഡ് കമന്റ് ഇടും. ബൈ എന്നാണ് പറയുന്നത്. അപ്പോൾ തുമ്പി തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. മൈ ലൈഫ് മൈ റൂൾസ് മൈ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാണ്. ഇതിൻ്റെ അകത്തിപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ റിയാക്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്തിപ്പോൾ ഈ ഒരു പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് മൈ ലൈഫ് മൈ റൂൾ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാണ്. പരമാർത്ഥം പച്ച പരമാർത്ഥം തന്നെയാണ്. കാരണം ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണം അനുവദീയമാണ് ഇവിടെ. പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടി ഒരു ഡ്രസ്സ് ഇട്ടു, ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ഡ്രസ്സ് ഇട്ട് പുറത്തോട്ട് ഇറങ്ങുന്നില്ലേ എന്നുള്ള കാര്യം തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. പക്ഷേ എനിക്കിപ്പം പറയാനുള്ളത് അതല്ല. ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് രണ്ടും രണ്ട് രീതിയിലാണ്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ, അതായത് സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരി, എന്തിനും സപ്പോർട്ട് എന്നുള്ളൊരു കാര്യമാണ്. അതേ സമൂഹം തന്നെ ഒരു ആൺകുട്ടി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ പച്ചയായിട്ട് തെറി വിളിക്കുക, എത്ര നല്ല കഴിവുണ്ടെങ്കിൽ പോലും അവനെ അടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത് എന്നുള്ള കാര്യം വളരെ ശരിയാണ്. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം പല വീഡിയോസിലും നമ്മൾ കാണാം. ഇപ്പം ആണുങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോസിന് പച്ചത്തെറി വിളിച്ച്, അതുപോലെ ലേഡീസ് ചെയ്യുന്ന വീഡിയോക്ക് മോളെ മുത്തേ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഉൾപ്പെടെ പല സംഭവങ്ങളും കമൻ്റ് ഇട്ടിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു വസ്ത്രധാരണത്തിനെ പറ്റി പറഞ്ഞു, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമൻസ് നോക്കിയപ്പോൾ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻസാണ്. നെഗറ്റീവ് വോളുകൾ ഉണ്ടെങ്കിൽ കൂടി പോസിറ്റീവായിട്ടുള്ള പറയുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള വസ്ത്രം ഇടാം. പക്ഷേ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊതുസമൂഹത്തിൽ ലേഡീസ് ഒരുപാട് മോഡേൺ ഡ്രസ്സുകൾ ഇടുന്നുണ്ട്. നമുക്കൊക്കെ ഒരു കുഴപ്പമില്ല, അവരുടെ സ്വന്തം ഇഷ്ടമാണ്. ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലും ഡ്രസ്സ് ധരിക്കാം. അതൊക്കെ 100% ശരി, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ആൺകുട്ടി കുറച്ച് അവൻ്റെ ശരീരഭാഗം കാണിച്ചു കൊണ്ടുള്ള ഡ്രസ്സ് ധരിച്ച് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഡയലോഗുണ്ട്, സ്ത്രീകളും കുട്ടികളും ഇറങ്ങി നടക്കുന്ന വഴിയാണ്, നീ എന്ത് തമ്മാടിത്തരമാടാ കാണിക്കുന്നത് ചെറ്റേ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ പുറത്തുനിന്നായാലും നമ്മൾക്ക് കേൾക്കാം. അപ്പോൾ ഈ പറയുന്ന മോഡേൺ ഡ്രസ്സുകളിട്ട് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന സമൂഹത്തിലുള്ള കുട്ടികളും അതൊന്നും കാണുന്നില്ലേ? നമ്മളിപ്പം ഇവരിടുന്ന മോഡേൺ ഡ്രസ്സിനെ പറ്റി പറയുന്നതല്ല. അതായത് ഒരു സമൂഹത്തിൽ ഇപ്പം ഇവർ പറയുന്ന നിയമപ്രകാരം ഓക്കെ ആണെങ്കിൽ, ഇപ്പം പുരുഷന്മാരങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കുഴപ്പം? ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ രീതിയിൽ പോലും ഒരു സപ്പോർട്ടും പുരുഷന്മാർക്ക് കിട്ടുന്നില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? നിങ്ങൾക്ക് പറയാനുള്ള പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ പറ. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ല വെറുതെ എന്താ പറയുക, പറയുന്നത് കേട്ട് ചീത്ത വിളിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരില്ല. മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീകൾക്കിപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക അവകാശങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർക്കും അതുപോലെ തന്നെയുള്ള, അല്ലെ ആൺകുട്ടികൾക്കും അതുപോലെ തന്നെയുള്ള അവകാശം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാരും കാണാതെ പോകരുത്. ആ സംഭവത്തിനെ പാടെ നിഷേധിച്ചിട്ടാണ് പല സമയത്തും പല സംഭവങ്ങൾ ഇവിടെ വരാറ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്കിപ്പോൾ ഇവർ ഡ്രസ്സ് ധരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. ആണുങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളൊരു, അതിന് സത്യം പറഞ്ഞാൽ അതിൽ പ്രശ്നക്കാർ സ്ത്രീകളൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അതിനെ എതിർക്കുന്നതാരാ? ഒരാണ് എന്താ പറയുക, ഒരു കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴികളാണെന്ന് പറയുന്നതും അവനെ തല്ലാൻ ശ്രമിക്കുന്നതും ആദ്യം ആണുങ്ങൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്. എന്നിട്ട് പെൺകുട്ടികളെ ഇങ്ങനെ അടിച്ച് പോസ്റ്റ് ചെയ്യും.
ഇപ്പോഴും ഇവിടെ പറയുന്നു ആണിനും പെണ്ണിനും തുല്യ നിയമമാണെന്ന്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നിങ്ങൾ പറ, എന്താണ് കാര്യം? ആണിനും പെണ്ണിനും സത്യം പറഞ്ഞാൽ ഇവിടെ തുല്യ അവകാശമാണോ? അങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊന്ന് കണ്ടതുകൊണ്ട് ചെയ്തതാണ്.